ഹായ് ഹലോ, ഇന്ന് നമ്മൾ 4ാം ക്ലാസ്സിലെ ഓണം പരീക്ഷയുടെ മലയാളം ഓണം എക്സാമിന്റെ ഫസ്റ്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ആൻസേഴ്സുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മലയാളം ചോദ്യ പേപ്പറും അതിന്റെ ആൻസേഴ്സുമാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണാം. ലൈക്കും ഷെയറും കമന്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം, പ്രവർത്തനം 1, വായിക്കാം എഴുതാം. ഖണ്ഡിക വായിച്ച് താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. കുറേ വർഷങ്ങൾക്ക് മുൻപ് ആരോ വലിച്ചെറിഞ്ഞ ഒരു വിത്തിനുള്ളിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന ഒരു കുഞ്ഞായിരുന്നു ഞാൻ. മണ്ണിന്റെ മടിയിൽ അമ്മയുടെ മടിത്തട്ടിൽ എന്ന പോലെ ഞാൻ മയങ്ങിക്കിടന്നു. ഇറ്റുവീണ മഴത്തുള്ളികൾ എന്റെ കവിളിൽ ഉമ്മ വച്ചു. ഇളം കാറ്റ് സ്നേഹത്തോടെ എന്നെ തലോടി. നിറഞ്ഞ ചിരിയോടെ സൂര്യൻ എന്റെ തലയ്ക്ക് മുകളിൽ തെളിഞ്ഞു നിന്നു. കുഞ്ഞിലകൾ വിടർത്തി ഞാനും തലയാട്ടി ചിരിച്ചു. കാലം കടന്നുപോയി. ഞാനൊരു മരമായി വളർന്നു. എത്രയോ പേർക്ക് തണലേകി, കൂടൊരുക്കി, പഴങ്ങൾ നൽകി. കാൽവിരലുകൾ നീട്ടി പുഴയെയും കൈവിരലുകൾ നീട്ടി മേഘത്തെയും ഒരേ സമയം തൊട്ടു. ഞാൻ ഇത്ര സന്തോഷിച്ചെന്നോ? പെട്ടെന്നാണ് എല്ലാം തകിടം മറഞ്ഞത്. ആഞ്ഞു വീശിയ കോടാലി മൂർച്ചയിൽ എന്റെ കൈകാലുകൾ മുറിച്ചു നീക്കപ്പെട്ടു. താഴെ വീണു ചിതറിയ കൂടിനരികിൽ നിലവിളിക്കുന്ന അമ്മക്കിളിയെ കണ്ടപ്പോൾ എന്റെ അല്ലൽ ഇരട്ടിച്ചു. ഇതാണ് ആദ്യത്തെ പാരഗ്രാഫ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഇനി ഇതിൽ നിന്നും കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ആദ്യത്തേത് എന്താണ്? വിത്തിനുള്ളിൽ മയങ്ങിക്കിടന്നിരുന്നത് ആരാണ്? കുഞ്ഞിക്കിളി, മഴത്തുള്ളി, പൂമ്പാറ്റ, മരം. മരമാണ് ഉത്തരം. മരത്തിന്റെ വേരുകൾ ആഴത്തിൽ വളർന്നെന്നു വ്യക്തമാക്കുന്ന വാക്യം ഏതാണ്? കൈവിരലുകൾ നീട്ടി മേഘത്തെ തൊട്ടു. തലയാട്ടി ചിരിച്ചു. കാൽവിരലുകൾ നീട്ടി പുഴയെ തൊട്ടു. ഞാൻ മയങ്ങിക്കിടന്നു. ഏതാണ്? സി ആണ്. കാൽവിരലുകൾ നീട്ടി പുഴയെ തൊട്ടു. ആഞ്ഞു വീശിയ കോടാലി മൂർച്ചയിൽ എന്റെ കൈകാലുകൾ മുറിച്ചു നീക്കപ്പെട്ടു. മരത്തിന്റെ ഈ അവസ്ഥ ആരായിരിക്കും കാരണക്കാർ? മനുഷ്യർ. മരങ്ങൾ നമുക്ക് നൽകുന്ന സഹായങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? വെയിലാണ്. സങ്കടം എന്ന അർത്ഥം വരുന്ന ഏതു പദമാണ് കഥാഭാഗത്ത് നൽകിയിട്ടുള്ളത്? മൂർച്ച, തളിര്, ഇളം, അല്ലൽ. അല്ലലാണ് ഉത്തരം വരുന്നത്. അപ്പോ ആദ്യത്തെ പാരഗ്രാഫ് വായിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ആൻസേഴ്സ് സിമ്പിൾ ആയിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. ഇനി പ്രവർത്തനം 2, വരികൾ കൂട്ടിച്ചേർക്കാം എന്നുള്ളതാണ്. ഇവിടെ ഒരു കവിത തന്നിട്ടുണ്ട്. മാനത്തു മഴ വരുമാഘോഷം, പാടത്തിനതു കണ്ട് സന്തോഷം. മാനത്തു കൊട്ടും കുഴൽപ്പാട്ടും, പാടത്തു വെട്ടും വിതപ്പാട്ടും. മാനത്തു മേഘത്തിൻ തേരോട്ടം, പാടത്തു കുളിരിന്റെ നീരോട്ടം. മാനത്തെയും പാടത്തെയും കാഴ്ചകൾ ചേർത്ത് 4 വരികൾ കൂട്ടിച്ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെ എഴുതാം നമുക്ക്? മാനത്തു വെളിച്ചത്തിൻ നിറമാറ്റം, പാടത്തു ജീവൻ തുടിപ്പുകൾ ആഘോഷം. മാനത്തു കാറ്റിൻ തിറയാട്ടം, പാടത്തു തെളിനീർ നീരാട്ട്. അല്ലെ, തുടങ്ങിയ വരികളൊക്കെ നിങ്ങൾക്ക് കണ്ടെത്തി എഴുതാവുന്നതാണ്. അല്ലെ, മാനത്തും പാടത്തും മഴ വരുമ്പോഴുള്ള പ്രത്യേകതകള് സാഹിത്യ രൂപത്തിൽ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ ലഭിക്കും. അല്ലെ, വരികൾ കൂട്ടിച്ചേർക്കുമ്പോൾ എന്താവണം? അത് കവിത രൂപത്തിൽ തന്നെ നിങ്ങൾ എഴുതണം. കഥ രൂപത്തിലോ പാരഗ്രാഫ് ആയിട്ടോ ഒന്നും എഴുതരുത്. കവിത രൂപത്തിൽ തന്നെ എഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് ഈ മാർക്ക് കിട്ടുള്ളൂ. പ്രവർത്തനം 3, ചിഹ്നം ചേർക്കാം എന്നുള്ളതാണ്. താഴെ കൊടുത്തിരിക്കുന്ന ഭാഗം വായിച്ച് ഉചിതമായ ചിഹ്നങ്ങൾ ചേർത്തെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. നല്ല ഉറക്കത്തിലായിരുന്നു കുഞ്ഞനുറുമ്പ്. നേരത്തെ നനവുള്ള പച്ചപ്പുൽത്തകിടിയിലൂടെ തെന്നി തെന്നി പോകുന്നത് അവൻ സ്വപ്നം കണ്ടു. നല്ല രസം. അവൻ കൂടുതൽ ഉത്സാഹത്തോടെ തെന്നി നീങ്ങാൻ തുടങ്ങി. കുഞ്ഞാ, നീ ഇനിയും എഴുന്നേറ്റില്ലേ? അമ്മയുടെ ശബ്ദം കേട്ട് അവൻ ഞെട്ടിയുണർന്നു. ഇവിടെ എങ്ങനെയാണ് എഴുതുക? നല്ല ഉറക്കത്തിലായിരുന്നു കുഞ്ഞനുറുമ്പ്. അവിടെ എന്ത് വേണം? ഫുൾ സ്റ്റോപ്പ് വേണം. നേരത്തെ നനവുള്ള പച്ചപ്പുൽത്തകിടിയിലൂടെ തെന്നി തെന്നി പോകുന്നത് അവൻ സ്വപ്നം കണ്ടു. അവിടെയും സ്റ്റോപ്പ് ചെയ്യണം. നല്ല രസം. അല്ലെ, ആശ്ചര്യ ചിഹ്നം ഇടണം. കുഞ്ഞാ, നീ ഇനിയും എഴുന്നേറ്റില്ലേ? അവിടെ എന്താ? അമ്മ ചോദ്യം ചോദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ ചോദ്യ ചിഹ്നം ഇടണം. അമ്മയുടെ ശബ്ദം കേട്ട് അവൻ ഞെട്ടിയുണർന്നു. അല്ലെ, അത് ചിഹ്നങ്ങളൊക്കെ ചേർത്തിട്ട് ഈ ഒരു കോളത്തിലേക്ക് എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അല്ലെ, ചിഹ്നങ്ങൾ കറക്റ്റ് ആക്കി എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ മാർക്ക് ലഭിക്കുന്നതാണ്. അടുത്ത ചോദ്യം എന്താണ്? പ്രവർത്തനം 4. പ്രവർത്തനം 4ൽ 2 പ്രവർത്തനമുണ്ട്. അവയിൽ ഒന്നിന് മാത്രം ഉത്തരം എഴുതിയാൽ മതി. ഒന്നാമത്തത് സംഭാഷണം എഴുതാമാണ്. ആവിത കുട്ടിയുടെ കൈവിട്ട് പറന്നുയർന്ന പട്ടൂസ് മാനത്ത് പറന്നു നടന്നു. അവന് ആകെ പ്രയാസമായി. പട്ടൂസിന്റെ വിഷമം കണ്ട് അമ്പിളി അമ്മാവൻ കാര്യം തിരക്കി. എന്തൊക്കെയാവാം പട്ടൂസും അമ്പിളിമാമനും തമ്മിൽ പറഞ്ഞിരിക്കുക? സംഭാഷണ രൂപത്തിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്.
അമ്പിളിമാമൻ ചോദിക്കാണ്, എന്തിനാ പട്ടൂസ് ഇങ്ങനെ സങ്കടപ്പെടുന്നത്? പട്ടൂസ് എന്ത് പറയും? ഞാൻ നൂല് പൊട്ടി എന്റെ വീട് അറിയാതെ നിൽക്കുകയാണ്. അമ്പിളിമാമൻ അപ്പൊ എന്ത് ചോദിക്കും? എവിടെയാണ് നിന്റെ വീട്? ഞാൻ നിന്നെ സഹായിക്കാം. പട്ടൂസ് എന്ത് പറയും? ആബിദക്കുട്ടിയാണ് എന്നെ ഉണ്ടാക്കിയത്, അവളുടെ അടുത്തേക്കാണ് എനിക്ക് പോകേണ്ടത്. അമ്പിളിമാമൻ, അതിനെന്താ, ഞാൻ മേടക്കാറ്റിനെ വിളിക്കാം, അല്ലെ? ഞാൻ കാറ്റിനോട് പറയാം, അവൻ നിന്നെ സഹായിക്കും. പട്ടൂസ് അപ്പൊ എന്ത് പറയും? വളരെ നന്ദി, ഞാൻ ഈ ഉപകാരം ഒരിക്കലും മറക്കില്ല, അല്ലെ? ഇതുപോലെ നിങ്ങൾക്ക് വേറെയും കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് സംഭാഷണം ഉണ്ടാക്കാവുന്നതാണ്. ഈ ഒരു ചോദ്യം അല്ലെങ്കിൽ വേറെ ഒരു ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക്. അടുത്ത ചോദ്യം എന്താണ്? ഗദ്യ രൂപത്തിലാക്കാം എന്നുള്ളതാണ്. താഴെ നൽകിയ കവിത വായിച്ച് ആശയം ചോർന്നു പോകാതെ പൂർണ്ണ വാക്യങ്ങളാക്കി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഒരു കവിത തന്നിട്ടുണ്ട്. ചിറകു കുരുത്തു തുടങ്ങും മുമ്പൊരു ചിന്നക്കുരുവി നിനയ്ക്കുന്നു, ആ നീലാകാശം കൂട്ടിനരികെ നിന്നു പതുക്കെ വിളിക്കുന്നു, കാട്ടിൻ മീതെ വയലിൻ മീതെ കടലിൻ മീതെ പോകണമോ, കുഞ്ഞിക്കാറ്റ് കളിച്ചു നടക്കും കുന്നിൻ ചെരുവിൽ ഇറക്കണമോ. ഇതിന്റെ ആശയം ഇത് പദ്യമാണ് തന്നിട്ടുള്ളത്. ഇത് ഗദ്യ രൂപത്തിൽ എഴുതണം. അതിന്റെ ചില വാക്കുകളുടെ അർത്ഥവും അവിടെ തന്നിട്ടുണ്ട്. ചിറകു മുളച്ചു തുടങ്ങുന്നതിന് മുൻപ് ഒരു ചെറിയ കുരുവി വിചാരിക്കുന്നു. നീല നിറത്തിലുള്ള ആകാശം കൂടെ നിന്ന് പതുക്കെ വിളിക്കുന്നുണ്ട്. കാട്ടിന്റെ മുകളിലൂടെയാണോ, വയലിന്റെ മുകളിലൂടെയാണോ, കടലിന്റെ മുകളിലാണോ പോകേണ്ടത്? ചെറിയ കാറ്റ് കളിച്ചു നടക്കുന്ന കുന്നിന്റെ ചെരുവിലൂടെയാണോ? അല്ലെ? ഇനി പ്രവർത്തനം 5. 2 പ്രവർത്തനമുണ്ട്. അവയിൽ ഒന്നിന് മാത്രം ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തേത് ഒരു കത്താണ്. മൈക്കിൾ ചേട്ടന്റെ സൈക്കിൾ വാടകയ്ക്കെടുത്ത് ചന്ദ്രനിലേക്ക് യാത്ര പോയ കുട്ടിയുടെ അനുഭവങ്ങൾ കൂട്ടുകാർക്ക് ഓർമ്മയില്ലേ? യാത്ര പോയ കുട്ടി തന്റെ അനുഭവങ്ങൾ കൂട്ടുകാരനായ സോനുവിനെ ഒരു കത്തിലൂടെ എഴുതി അറിയിച്ചു. എന്തൊക്കെയായിരിക്കും കത്തിലെ വിശേഷങ്ങൾ? എഴുതി നോക്കൂ, അല്ലെ? കത്ത് എഴുതാനുണ്ട്. അല്ലെങ്കിൽ ഒരു ചോദ്യം കൂടി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു ചോദ്യത്തിനാണ് നിങ്ങൾ ഉത്തരം എഴുതേണ്ടത്, അല്ലെ? അല്ലെങ്കിൽ ഏതാണ് ചോദ്യം? യാത്രാനുഭവ വിവരണമാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. നിരവധി യാത്രകൾ കൂട്ടുകാർ നടത്തിയിട്ടുണ്ടല്ലോ. അവയിൽ ഏറ്റവും ഇഷ്ടമായ യാത്ര ഏതാണ്? യാത്രയിൽ ഒപ്പം ഉണ്ടായിരുന്നവരെയെല്ലാം കണ്ട കാഴ്ചകളെയും ഉൾപ്പെടുത്തി ആകർഷകമായ ഭാഷയിൽ ഒരു യാത്രാനുഭവം എന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലെ? ഇതിനു മുന്നേ നമ്മൾ ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ട് യാത്രാ അനുഭവങ്ങളൊക്കെ പഠിച്ചതാണ്. അപ്പൊ നമുക്കിവിടെ ആദ്യം ഒരു കത്ത് പരിചയപ്പെടാം. ഇവിടെ കുട്ടി സോനുവിന് എഴുതുന്ന കത്ത്, അല്ലെ? തീയതിയും ദിവസവും എഴുതുക. പ്രിയപ്പെട്ട സോനുവിന്, നിനക്ക് സുഖമാണല്ലോ അല്ലെ? ഞാൻ ഇന്നലെ മൈക്കിൾ ചേട്ടന്റെ അടുത്തു നിന്നും സൈക്കിൾ വാടകയ്ക്കെടുത്ത് ചന്ദ്രനിലേക്ക് പോയി. അവിടെ എന്ത് രസമാണെന്നോ. അവിടെ വീണ് കിടക്കുന്ന അമ്പിളിയെ ഞാൻ കണ്ടു. മേഘങ്ങളിലൂടെ ഓടി നടക്കാൻ എന്തു രസമാണെന്നോ. ഏറെ കഥകളുണ്ട് പറയാൻ, അല്ലെ? എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. പിന്നെന്തെല്ലാം പറയാം? ഞാൻ ഭൂമിയിലേക്ക് തിരിച്ചു വരുമ്പോൾ എന്റെ കൂടെ അമ്പിളിയെയും കൂട്ടി. നിന്നെ നേരിട്ട് കണ്ടുമ്പോൾ നിരവധി കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ നിർത്തുന്നു. സ്നേഹപൂർവ്വം കുട്ടി. അല്ലെ? കത്ത് എഴുതുമ്പോൾ കത്തിന്റെ ആ ഘടന നിങ്ങൾ പാലിച്ചിട്ടുണ്ടെങ്കിൽ ആ മാർക്ക് നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ നീലഗിരിയിലെ പാഠത്തിന്റെ ഒരു യാത്രാ വിവരണം. ഇവിടെ ഒരു ഡയറി കുറിപ്പാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ പോയ ഏതെങ്കിലും ഒരു യാത്രയെ കുറിച്ചിട്ട് നിങ്ങൾ മനോഹരമായിട്ട് ആകർഷകമായ രീതിയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മാർക്ക് ലഭിക്കുന്നതാണ്. ഇത്രയുമാണ് വീഡിയോ. ലൈക്കും ഷെയറും കമന്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.